നമസ്കാരം. ഇന്ന് നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ചില കാഴ്ചകൾ നമ്മുടെ ഉള്ളുലയ്ക്കും. മാത്രമല്ല അത് നമ്മെ വളരെയധികം ഹോണ്ട് ചെയ്യും. അത് എത്ര നമ്മൾ ശ്രമിച്ചാലും മനസ്സിൽ നിന്ന് പോവുകയില്ല. ഒരുപക്ഷെ നാം കടന്നുപോയ വഴികളെ അത് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം അത്തരമൊരു കാഴ്ചയാണ് ഇന്നലെ ഒരു ആശാ വർക്കറിൻ്റെ ദീനരോധനം. അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ മനസ്സ് വേദനിച്ചു. സ്ത്രീകളെ തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് ലൈംഗികമായും അണ്ടർ പെയ്ഡ് ആക്കിയും ഒക്കെ ചൂഷണം നടക്കുന്നുണ്ട്. അൺഎയ്ഡഡ് മേഖലയിൽ, അതായത് അസംഘടിത മേഖലകളിൽ അത് വളരെ അധികമാണ്. നമുക്ക് ഇടതുപക്ഷ ഭരണമുണ്ടായിട്ടുണ്ട്, വലതുപക്ഷ ഭരണമുണ്ടായിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ തീവ്ര വലതുപക്ഷ ഭരണം വന്നേക്കാം. പക്ഷേ ഇവരാരും തന്നെ സ്ത്രീ സുരക്ഷ ഇവരുടെ ആരുടെ അജണ്ടയല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് തൊഴിൽ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇടത് ഭരിച്ചിട്ടും വലത് ഭരിക്കുന്ന കാലത്തൊക്കെ തൊഴിൽ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ തൊഴിൽ നീതി, ഈ ബ്യൂറോക്രറ്റ്സിനെ തൊഴിൽ നീതി ഉറപ്പുവരുത്തുക എന്ന് മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. പിന്നെ തൊഴിലാളികൾക്ക് അവരിങ്ങനെ പൈസ, അതായത് കൂട്ടുന്നുണ്ട്, കൂലി വല്ലാതെ കൂട്ടുന്നുണ്ട്. സ്കേഴ്സിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം തൊഴിലാളികൾക്ക് നല്ല കൂലിയാണ്, 1200, 1500 ഒക്കെ ഉണ്ട്. പക്ഷേ സ്ത്രീകൾ, അസംഘടിത മേഖലയിലുള്ള സ്ത്രീകൾ പണിയെടുത്താൽ കാശില്ല, അവർക്ക് അവരുടെ അഭിമാനത്തിന് ഒട്ടും വിലയില്ല. ഈ ആശാ വർക്കർമാർ എന്ന് പറഞ്ഞ ഭരണ സംവിധാനവുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ വളരെ അവരുടെ സേവനങ്ങൾ വളരെയധികം സ്തുത്യർഹമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലൊക്കെ തന്നെ. എന്ന് ആ സ്ത്രീ ഇന്നലെ പറയുന്നത് കേട്ടു, അവർക്കൊരു മാസം 7000 രൂപയാണ് ശമ്പളമുള്ളൂ എന്നുള്ളത്. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ വാർഡ് സഭയുടെ ക്ഷണക്കത്ത് അതൊക്കെ കൊണ്ടുവരിക അവരാണ്. അപ്പോൾ നടന്നേ അവർ വരിക, വെയിലാണെങ്കിലും മഴയാണെങ്കിലൊക്കെ നടന്ന് വന്നിട്ടാണ് ഓരോ വീടാന്തരം അവർ കൊടുക്കുക. പിന്നെ ചിലപ്പോൾ കാണാം ഈ വെള്ളം പ്യൂരിഫൈ ചെയ്യാനുള്ള പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആയിട്ടൊക്കെ വരുന്നത് കാണാം. അപ്പോൾ അത്രയും പഞ്ചദുരിതങ്ങൾക്ക് വെറും 7000 രൂപ കൊടുക്കുന്നത് മാസങ്ങളായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, പിടിച്ചു വച്ചിരിക്കുന്നു. എന്തൊരു മര്യാദകേടാണത്. അപ്പോൾ തന്നെ നമ്മൾ വേറൊരു വാർത്ത അതേ ദിവസം തന്നെ വായിക്കുകയാണ് അല്ലെങ്കിൽ കേൾക്കുകയാണ്. PSC മെമ്പർമാരുടെ ശമ്പളം 4 ലക്ഷമായി ഉയർത്തി. ചെയർമാന് 4 ലക്ഷം, കൊറസ്പോണ്ടിങ് ആയിട്ട് മെമ്പേഴ്സിൻ്റെ, അംഗങ്ങളുടെ സാലറി കൂട്ടി എന്നുള്ളത്. അതിൽ ഏറ്റവും നമുക്ക് തമാശയായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, മിക്കതും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും പാർട്ടിയുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉള്ളവർക്കാണ് അവർ അംഗങ്ങളായിട്ട് വരുന്നത്. അവിടെ യോഗ്യതയൊന്നും ഒരു മാനദണ്ഡമല്ല. അവർക്കാണ് 4 ലക്ഷം ഒരു 6 വർഷത്തോളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ 3.25 ലക്ഷമൊക്കെ ഒരു 6 വർഷത്തോളം കൊടുക്കുന്നത്. പൊതുഖജനാവെന്ന് മാത്രമല്ല, അൺലിമിറ്റഡ് മെഡിക്കൽ റീഎംബേഴ്സ്മെൻ്റ് ആണ് അവർക്ക്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ സർക്കാർ വഹിക്കും, അത് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യും. അത് മന്ത്രിമാരുടെയോ വേറൊരു MP KV തോമസ് MPയുടെ യാത്രാ ചെലവ് ഡബിളാക്കി കൊടുക്കുന്നു. ഇതിനൊക്കെ സർക്കാരിന് കാശുണ്ട്, ഖജനാവിന് കാശുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ചോദിക്കുമ്പോൾ പറയും UDF സർക്കാർ മാസങ്ങളോളം പിടിച്ചു വെച്ചത് കൊടുത്തത് LDF ആണ്. UDF സർക്കാരിൻ്റെയോ LDF സർക്കാരിൻ്റെയോ
കുടുംബത്തെ കാശൊന്നും അല്ല അവർ ചോദിക്കുന്നത്, അവർ പണിയെടുത്ത കാശാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഞങ്ങൾ അവർ അത് കൊടുത്തില്ലേ, എന്നിട്ടും തെറി പറയുന്നോ? അപ്പോൾ എന്താ ചവിട്ടി പിടിക്കുകയല്ലേ ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു കൊടുത്ത് നിന്നോളണം എന്നല്ലേ പറയുന്നത്? അതും ആരാണ് പറയുന്നത്? ജനങ്ങളെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ വേണ്ടി കഠിനമായ സമരമുറകളിലൂടെയൊക്കെ ഭരണത്തിലേക്ക് വന്ന ഇടതുപക്ഷ സംവിധാനം പറയുന്നതാണ്, അത് നിശ്ചയദാർഢ്യത്തോടെ നേരിടും. പാവങ്ങൾക്ക് നക്കാപ്പിച്ച കാശ് കൊടുക്കുന്നതാണോ നിശ്ചയദാർഢ്യത്തോടെ നേരിടേണ്ടത്? സ്ത്രീകൾ എത്ര കഷ്ടപ്പെട്ടാണോ, ഞാനടക്കമുള്ള സ്ത്രീകൾ എത്ര കഷ്ടപ്പെട്ടാണോ ആണെന്നറിയാമോ ജീവിക്കുന്നത്? നീതി നിഷേധങ്ങൾ മാത്രമേ, നിരാസങ്ങളും നിഷേധങ്ങളും മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളൂ. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വെറും ഒരു 1600 രൂപയാണ് ഇവിടെയുള്ളവർക്കൊക്കെ കൊടുക്കുന്നത്. മറ്റേ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഗ്രാഫ് മറ്റ് രാഷ്ട്രങ്ങൾ, അഡ്വാൻസ് രാഷ്ട്രങ്ങളൊക്കെ അവർ കാണിച്ചു തന്നു എനിക്ക്. നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ ഖജനാവിൽ അത്രയും കാശില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ ഖജനാവിലെ കാശ് എങ്ങനെ ഉണ്ടാവാനുള്ള കാശ് മുഴുവൻ രാഷ്ട്രീയക്കാർ അടിച്ചുകൊണ്ട് പോയാൽ ഖജനാവിൽ കാശുണ്ടാവുമോ? ഞങ്ങളെപ്പോലുള്ള സാധാരണ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഇടതും വലതും തീവ്രവലതും അല്ല. ഭരണ സംവിധാനം ഇലക്ഷൻ പ്രക്രിയ സമയത്ത് ആ പ്രക്രിയ അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സംവിധാനം നിഷ്പക്ഷമാണ്. നമുക്ക് അത് ഇടത് ചെയ്തു വലത് ചെയ്തു എന്നൊന്നുമില്ല. ജനങ്ങൾ നികുതിക്കരം അടയ്ക്കുന്നു കൃത്യമായിട്ട്. അവരുടെ കാശ് റൈറ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം, അത്രയേ ഉള്ളൂ. അത് മുഴുവൻ പല രീതിയിൽ അഴിമതി നടത്തിയിട്ട് പിന്നെ ചോദിക്കുമ്പോൾ പറയും, ഇവർക്ക് മന്ത്രിമാർക്കും MLA-മാർക്കും ഒക്കെ കൊടുക്കുന്ന ശമ്പളം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇവർ സെർവ് ചെയ്യുകയാണത്രേ, ഇവർ സാമൂഹ്യ സേവനമാണത്രേ. എന്താ സേവനം? ഇത്രയധികം പൈസ വാങ്ങിയിട്ടാണോ സേവിക്കുന്നത്? ഇത്രയധികം കാശ് വാങ്ങുമ്പോൾ ഒരു ബ്യൂറോക്രാറ്റിനോട് പറയുന്ന പോലെ തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. പറയുന്ന പണി മര്യാദയ്ക്ക് എടുക്കുക എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങൾ സെർവ് ചെയ്യാനല്ല വന്നേക്കുന്നത്, നിങ്ങൾ സർവീസിന് വേണ്ടി വരുന്നവരല്ല. നിങ്ങളും ഞങ്ങൾ പറയുന്ന പണി മര്യാദയ്ക്ക് എടുക്കുക, കാരണം ഞങ്ങൾ ശമ്പളം തന്നാണ് അവിടെ നിങ്ങളെ വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ റീകോൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ടാവേണ്ടതാണ് ജനാധിപത്യ രാഷ്ട്രത്തിൽ ഭൂരിപക്ഷം കിട്ടുന്നവർ ഭരിക്കും, സ്വാഭാവികം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭരണ സംവിധാനമാണ്, ഒരു സർക്കാരാണ്. ആ ഭരണകൂടം ജനങ്ങൾക്ക് അത് ഇടതാണോ വലതാണോ തീവ്ര വലതാണോ എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങളിൽ നിക്ഷിപ്തമായൊരു ദൗത്യമാണത്. അത് നേരെ ചൊവ്വ ചെയ്യണം. അല്ലാതെ സ്ത്രീകളെ ഇങ്ങനെ നടു റോട്ടിലിട്ടിട്ട് നെഞ്ച് പൊട്ടുമാറുച്ചത്തിൽ കരയിപ്പിക്കുകയല്ല വേണ്ടത്. ഞാനൊക്കെ കുറേ കരഞ്ഞിട്ടുണ്ട്. ഇത്തരം സ്ത്രീകളുടെ ദീനരോധനങ്ങൾ നാട് മുഴുവനും ലോകം മറ്റു രാഷ്ട്രങ്ങൾ മുഴുവനും കാണിച്ച് നമ്മൾ സ്വയം ചെറുതാവുകയല്ല വേണ്ടത്. അപ്പോൾ പറയുന്നതാണ്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ കൂടുതൽ ഞങ്ങൾ ഓണറേറിയം കൊടുക്കണം. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ 7000 രൂപയാണ് കേട്ടോ. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ എത്ര? ഇതൊരു വലിയ കാര്യമാണോ? ഇവിടെ ഭരിക്കുന്നത് ഏത് പ്രസ്ഥാനമാണ്? തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ് കയറിയ പ്രസ്ഥാനമാണ്. ഇപ്പോഴാണ് എനിക്ക് ഈ ജോർജ് ഓർവെലിൻ്റെ എനിമൽ ഫാം എന്ന നോവൽ ഓർമ്മ വരുന്നത്. കയറി വരുമ്പോൾ എന്താ പറഞ്ഞത്? ഓൾ ആർ ഈക്വൽ ബട്ട്, അത് കഴിഞ്ഞപ്പോഴോ ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന്. എല്ലാവരും സമന്മാരാണ്, പക്ഷേ ചിലർ കൂടുതൽ സമന്മാരാണെന്നാണ് കയറിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. PSC മെമ്പർമാരുടെ ശമ്പളം
ഒറ്റയടിക്ക് ഉയർത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളൊക്കെ സമന്മാരാണ്, പക്ഷേ ഞങ്ങൾ ഭരണത്തിൽ കയറിയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരൊക്കെ മെമ്പർമാരാക്കി വെച്ചു, ഞങ്ങളും കയറി, ഞങ്ങൾ കൂടുതൽ സമന്മാരാണ്, നിങ്ങളവിടെ വായടച്ച് മിണ്ടാതിരുന്നോ എന്നുള്ളത്. ഇത് നല്ലതിനല്ല, ഇങ്ങനെ പോകുന്നത് നല്ലതിനല്ല. നമ്മൾ റീകൺസിഡർ ചെയ്യേണ്ടതാണ് ഇത്തരം നടപടികൾ. ജനങ്ങൾ വളരെയധികം ഡിസ്കണ്ടൻ്റാണ് ഇത്തരം നടപടികളിൽ. സ്ത്രീകളെ കരയിപ്പിക്കുന്നതിലും സ്ത്രീകളെ ഇങ്ങനെ വെയിലത്ത് നിർത്തി 2 ആഴ്ചയോളം ഇങ്ങനെ ഒരു 7,000 രൂപയ്ക്ക് മിനിമം വേജ് ഇല്ലാതെ ആരെങ്കിലും അടുപ്പ് പുകയോ? ഈ എയ്ഡഡ് മേഖലയിൽ ചിലർ പറയുന്നുണ്ടാവും, അവരുടെ ഭർത്താവ് ഡോക്ടറാണ്, ബിസിനസ്സുകാരനാണ്, നേരം പോക്കിന് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇത്ര ശമ്പളേ കൊടുക്കേണ്ടതുള്ളൂ എന്ന് ചിലർ പറയുന്നുണ്ട്. അവിടെ ഈ ഭരണകൂടമൊന്നും ഇടപെടുന്നില്ല. എന്താണ് ഇത്രയും നിസ്സാര ശമ്പളം കൊടുത്ത അധ്യാപകരുടെ അടുത്ത് ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കേണ്ടതുണ്ടോ എന്ന് ഭരണകൂടം അന്വേഷിക്കണം. എന്തുകൊണ്ട് ഇത്രയും അസംതൃപ്തമായ മനസ്സുകളുടെ ഉടമകൾ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്താൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്ന് എന്താണ് ഈ ഭരണകൂടം ചിന്തിക്കാത്തത്? ഞാൻ ഭരണകൂടം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഇടത് എന്ന് അല്ലെങ്കിൽ വലത് എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് എക്സ് ഓർ വൈ. ഇടതും വലതുമല്ല, ഭരണ സംവിധാനമാണ്. മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾ ഈ തൊഴിൽ നീതി ഉറപ്പുവരുത്തിയില്ല ഇല്ലെങ്കിൽ ഡിസ്കണ്ടൻഡ് മൈൻഡ്സ് ആയിരിക്കും. അസംതൃപ്ത മനസ്സുകൾ. ഈ മോന്തായം വളഞ്ഞാൽ എന്താവും? എല്ലാം വളയും. അപ്പോൾ ഇത്തരം ഈ ആശാവർക്കർമാരാവട്ടെ വളരെ മാലാഖമാരെ പോലെയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത്തരം പണിക്ക് പോകുന്നത്. പക്ഷെ നീ ഒന്നും ഇല്ലാത്തവരല്ലേ, ഇത് ടൈം പാസിന് വന്നിരുന്നോ എന്നൊരു ഭരണകൂടം പറയേണ്ട ആവശ്യമില്ല. ഭരണകൂടം കൂടുതൽ ഇഗാലിറ്റേറിയൻ ആക്കുകയാണ് സമൂഹത്തെ വേണ്ടത്. അർഹതപ്പെട്ട കാശ്, ഒരാളൊരു പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ പണിക്കുള്ള കാശ് കൃത്യമായി കൊടുക്കുക. അത് പെണ്ണാണെന്ന് വെച്ചിട്ട് ചവിട്ടിപ്പിടിക്കുകയല്ല ചെയ്യുന്നത്. എയ്ഡഡ് മേഖലയിൽ, അൺഎയ്ഡഡ് മേഖലയിൽ CBSE ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെണ്ണ് പ്രിൻസിപ്പാളിന് ഒരു ശമ്പളവും ആൺ പ്രിൻസിപ്പാളിന് വേറെ ശമ്പളവും, മെയിൽ സ്റ്റാഫിനൊരു ശമ്പളം, PT-കാരനൊക്കെ ആ ശമ്പളം കൂട്ടും, വേറെ കിട്ടില്ല, അവർ പോയി കളഞ്ഞാലും ഡിസിപ്ലിൻ ഒരാൾ വേണ്ടേ. ഇതൊക്കെ ഇത്തരം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലേ ഇത്? ഈ ആശാ വർക്കേഴ്സ് ഒക്കെ സ്ത്രീകളാണ്. അപ്പം എന്താ പുരുഷന്മാരെ വയ്ക്കാത്ത? ആ ശമ്പളത്തിന് അവർ ഒതുങ്ങില്ല എന്നറിയാം. അപ്പോൾ കണ്ണിൽ പൂട്ടിയിട്ടിട്ടുള്ള കളി ഭരണ സംവിധാനം ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അത് അവസാനിപ്പിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.